നമ്മുടെ പല കുടുംബങ്ങളിൽ നിന്നും പല പ്രശ്നങ്ങളുടെയും അടിത്തറയിൽ ഈ അരൂപികളുടെ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനമുണ്ട്. ചില മക്കളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും, യൂത്തിനിടയിൽ കാണാൻ പറ്റും. പൈശാചി അരൂപികൾ അവരെ കയറി പിടിച്ചു കെട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അറിയും. നമ്മൾ സ്വാഭാവിക സാഹചര്യം അവിടെയാണ്, ഇതാണ്, ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് സംഭവം, ഇങ്ങനെയാണ്. നമ്മളങ്ങ് ഭയങ്കര കൺക്ലൂഷൻ, പെട്ടെന്ന് കൺക്ലൂഷൻ എടുക്കുക. ഈ അരൂപി കളച്ച് നമുക്ക് അനുഭവങ്ങളില്ലാത്തതുകൊണ്ട്, ആഴമേറിയ ദൈവാനുഭവം ഇല്ലാത്തതുകൊണ്ട്, നമ്മൾ എല്ലാത്തിനും ഒരു ഇൻ്റലക്ച്വൽ ആൻസർ എല്ലാത്തിനും കൊടുത്തുകൊണ്ട്, അതാണ് ഇന്നത്തെ സഭാ സമൂഹത്തിന് ചിലപ്പോൾ ഉണ്ടാകുന്നത്. എല്ലാത്തിനും ഒരു ഇൻ്റലക്ച്വൽ ആൻസറാണ് കൊടുക്കുന്നത്, ബുദ്ധിയിലൂടെ ആൻസർ, അല്ലാതെ ഒരു ആഴമേറിയ ദൈവാനുഭവം. ആഴമേറിയ ദൈവാനുഭവം കൊണ്ടാണ് ഒറ്റ വഴിയുള്ളൂ, ഒരു വിശ്വാസം, ഒരു മാമോദിസ, ഒരു കർത്താവ്, പ്രസലോഷ്, അതിലങ്ങ് വിശ്വസിക്കുക. കർത്താവിൻ്റെ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുക. അത് വേറെ പരിശുദ്ധ പോലെ ലൂക്ക 1:38 നിൽക്കുക, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ. ആ വചനത്തിൽ നിന്ന് അണുവിട മാറരുത്. ചിലത് സ്വീകരിച്ച് ഉൾക്കൊള്ളാൻ പോലും പറ്റും, ബുദ്ധിക്ക് അതീതമായിരിക്കും. പക്ഷെ അതിൻ്റെ മുമ്പിലും ഭയഭക്തിയോടെ നിൽക്കാൻ എളുപ്പം